എനിക്ക് നൈറ്റാണ് കൂടുതലും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ട് തോന്നാറ്. അപ്പോൾ അത് ഇന്നലെ രാത്രി കഴിക്കാനായിട്ട് ഇപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഉണ്ടാക്കാനായിട്ട് നിന്നു. അങ്ങനെ അത് വേവാനായിട്ട് വെച്ചിട്ട് ഞാൻ നേരെ സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങൾ അരിയാനായിട്ട് പോയി. ഇത് രാവിലത്തേക്കുള്ള സാമ്പാറിന്റെ കഷ്ണങ്ങളാണ്. കല്യാണം കഴിഞ്ഞിട്ടാകെ 2 വട്ടം മാത്രമേ ഞാൻ സാമ്പാർ വെച്ചിട്ടുള്ളൂ. ഈ സാമ്പാറും ഞാൻ തമ്മിൽ അത്ര വലിയ ടൈംസിലല്ല. പിന്നെ അങ്ങനെ വിട്ടാൽ പോരല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണ്ട, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ. ബാക്കിയെല്ലാം ഞാൻ ഒരുവിധം എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കും. പക്ഷേ ഈ അവിയലും സാമ്പാറും അത് എനിക്ക് അത്ര പറ്റാറില്ല. പിന്നെ രാവിലത്തേക്ക് ഇഡലി സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ നിന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ രാത്രി അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രാവിലെ സാമ്പാർ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കഷ്ണങ്ങൾ രാത്രി അറിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് ഇപ്പിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് മസാല ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഇത് കുറച്ച് വെള്ളത്തോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് ബാക്ക് ടു ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നിന്നു. സത്യം പറഞ്ഞാൽ എന്താ കഷ്ണം ഇടണമെന്ന് പോലെ എനിക്ക് അറിഞ്ഞില്ല. ഞാൻ കൈ കിട്ടിയതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ 2 ഇട്ടിട്ടുണ്ട്, അത് ഇടണമെന്ന് മാത്രമേ എനിക്കറിയാം. പിന്നെ മത്തങ്ങ കൂടെ അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറെ സാധനങ്ങൾ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്തിനാന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ വഴുതനങ്ങ എടുത്ത് അരിഞ്ഞിട്ട് അത് ഒരെണ്ണം മൊത്തം വലിയ വഴുതനങ്ങ. അങ്ങനെ അതൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ അപ്പത്തേക്ക് ഇപ്പം എൻ്റെ റെഡി ആയിരുന്നു. അതിനാ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ സെയിം പാനിലേക്ക് 2 മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പിയുടെ കൂടെ ഇങ്ങനെ മുട്ട ചിക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു വട്ടം ഇക്ക ഉണ്ടാക്കി തന്നായിരുന്നു. അന്ന് മുതലാണ് ഞാൻ ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇതായിരുന്നു ഞാൻ ഇന്നലെ രാത്രി കഴിച്ച ഫുഡ്.